ഈ വിഷയത്തിൽ പ്രവാസി സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. OICC ഗ്ലോബൽ കമ്മിറ്റി വക്താവ് മൻസൂർ പള്ളൂർ ദമാമിൽ നിന്ന് ചേരുന്നു. ഒപ്പം ശ്രീ കെ ശങ്കരൻ നോർക്ക മുൻ ഡയറക്ടർ ഖത്തറിൽ നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ ടെലിഫോണിലൂടെ പ്രതികരിക്കാം. ഒപ്പം ഫേസ്ബുക്കിലും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മൻസൂർ പള്ളൂർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ മൻസൂർ, എങ്ങനെയാണ് ഈ നേതാക്കളുടെ ജയിൽ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെയാണ് മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഈ ജയിൽ സന്ദർശനത്തിന് ശേഷം ചോദ്യം ചെയ്യുന്നത്. സത്യത്തിൽ ഒരു CBI അന്വേഷണത്തിന്റെ പോലും ആവശ്യമില്ലാത്ത വണ്ണം ഇപ്പോൾ കേരളത്തിലെ ജനകീയ കോടതിക്ക് വ്യക്തമായിരിക്കുകയാണ് ഇത് CPM വളരെ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള കൊലപാതകമാണ്. കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയ ഭേദമന്യേ വല്ലാതെ പിടിച്ചുലച്ചു കളഞ്ഞ ഒരു സംഭവമായിരുന്നു ക്രൂരമായ ഈ കൊലപാതകം. ഈ കൊലപാതകത്തിന്റെ പങ്കാളിയായ, ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഇതിന്റെ കുറ്റവാളികളെ അവരുമായി മാർക്സിസ്റ്റ് പാർട്ടി നിരന്തരം ബന്ധപ്പെടുകയും മാർക്സിസ്റ്റ് നേതാക്കന്മാർ പലപ്പോഴായി ജയിൽ സന്ദർശിക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോളിറ്റ് ബ്യൂറോ അംഗം പോലുമായ കോടിയേരി ബാലകൃഷ്ണനോട് ഉൾപ്പെടെയുള്ള ഉന്നതരായ നേതാക്കന്മാർ ഇതുപോലെ വളരെ പച്ചപ്പകൽ ഇതുപോലെ കൊടും കുറ്റവാളികളെ കാണുകയും അവരുടെ മനുഷ്യാവകാശ പ്രശ്നം എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഏറെ ഞെട്ടിപ്പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടി. ശ്രീ മൻസൂർ, ജയിലിൽ വെച്ച് ഏതെങ്കിലും തടവുകാർക്കെതിരെ പീഡന ശ്രമം ഉണ്ടായാൽ അത് സന്ദർശിക്കുക എന്ന് പറയുന്നത്, ഒരു മനുഷ്യാവകാശ പ്രശ്നമുണ്ടെങ്കിൽ അത് സന്ദർശിക്കുക ജനപ്രതിനിധികൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ ഒരു കടമയല്ലേ? അങ്ങനെ കൂടി കണ്ടുകൂടെ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനു മുമ്പ് ഇതുപോലെ എത്രയധികം കൊടും കുറ്റവാളികളുടെ മനുഷ്യാവകാശ പ്രശ്നത്തിന് മേൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ഇപ്പോൾ മനസ്സിലാകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. ഈ കൊടും കുറ്റവാളികൾ നാളെ എന്തൊക്കെയാണ് കേരളത്തോട് വിളിച്ചു പറയുക എന്നുള്ള കാര്യത്തിൽ അവർ ഭയപ്പാടുണ്ട്. ശ്രീ മൻസൂർ, തിരിച്ചെത്താം. തങ്കച്ചൻ മുംബൈയിൽ നിന്ന് നമ്മുടെ ടെലിഫോൺ ലൈനിൽ ഒരു പ്രേക്ഷകൻ പ്രതികരിക്കുന്നു. ശ്രീ തങ്കച്ചൻ, പറയാം. ഹലോ, പറയൂ, കേൾക്കാം. ശ്രീ തങ്കച്ചൻ, താങ്കളെ കേൾക്കാം, താങ്കൾക്ക് പറയാം. ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. നമ്മൾ എത്ര രാഷ്ട്രീയക്കാർ എന്തെല്ലാം ചെയ്താലും. ഹലോ, പറഞ്ഞോളൂ സാർ. നമ്മളിപ്പോ ഈ TP ചന്ദ്രശേഖരനാഥ് ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എന്തെല്ലാം ചെയ്താലും ഇപ്പൊ മാർക്സിസ്റ്റുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയും ഇത് ചെയ്തേക്കാണ് ശരിയാന്ന് പറയും. ഒരു കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയും ഇത് കോൺഗ്രസ്സുകാരെ നല്ലതാണോ അല്ലാന്ന് പറയുള്ളൂ. എന്തെല്ലാം പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരെല്ലാരും കട്ടന്മാരാണ്. എന്റെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് എന്ത് അവർ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ടോ? ഇതുപോലെ ചന്ദ്രശേഖരൻ അവർ കൊലപ്പെടുത്തി. നമ്മുടെ പിണറായി വിജയൻ അവിടെ പോയി സന്ദർശിച്ച് പിണറായിയോട് കോടതി വിധി വന്നു. പിണറായി വിജയൻ അതിനെപ്പറ്റി നല്ലൊരു കാര്യം ഇതുവരെ പറയുന്നില്ല. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും. ഇത് എന്തെല്ലാം സംഭവിച്ചാലും അനുഭവിക്കണം നമ്മളിപ്പോലുള്ള സാധാരണക്കാരനായ ജനങ്ങളാണിത് അനുഭവിക്കുന്നത്. ശ്രീ തങ്കച്ചൻ, നേതാക്കൾ ജയിലിൽ സന്ദർശിച്ചതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ജയിലിൽ സന്ദർശിച്ചത് എന്ത് കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ സന്ദർശിച്ചത് ഒരിക്കലും ശരിയായിട്ടില്ല. അവരെന്തിന് ജയിലിൽ പോയി? ഈ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം മുതൽ കഷ്ടപ്പെട്ട് ജീവിച്ച് 100 രൂപ 50 രൂപ പണിയെടുക്കുന്നു. ഈ കോടിയേരി ബാലകൃഷ്ണൻ അതുപോലുള്ള നേതാക്കൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാറിന്റെ ജോലി ചെയ്യുന്നു, ഞാൻ എന്റെതായ ജോലി ചെയ്യുന്നു, അല്ലെ? ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഇവര് വെറും രാഷ്ട്രീയം കളിച്ച് നമ്മളെ പോലുള്ള ജനങ്ങൾ വെറും പൊട്ടന്മാരെ പൊട്ടു കളിപ്പിക്കുന്നു, അല്ലെ? തങ്കച്ചൻ, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ശ്രീ കെ ശങ്കരൻ, എങ്ങനെയാണ് ഇത് ന്യായീകരിക്കപ്പെടുന്നത്? ഇതിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ആ രീതിയിൽ RSSകാർ മൊഴി നൽകി ഇവരെ പ്രതി ചേർത്തതാണെന്നും അങ്ങനെയാണ് ഇവർ ശിക്ഷിക്കപ്പെട്ടതെന്നും ഒക്കെ വാദിച്ച് നിൽക്കാവുന്നതാണോ ഈ ഒരു അവസ്ഥയിൽ? ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതികളെ ലോക്കപ്പിൽ മർദ്ദനം നമുക്ക് ന്യായീകരിക്കാം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും ജയിലിൽ മർദ്ദനം നടന്നിട്ടില്ല. ലോക്കപ്പുകളിലാണ് മർദ്ദനം നടന്നത്. ജയിലിൽ മർദ്ദനം നടക്കുന്നത് അല്ലെങ്കിൽ ജയിലിൽ ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളെ ജയിലിൽ മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ജയിലിൽ പ്ലാൻ ചെയ്ത് ഈ രീതിയിൽ വേട്ടയാടുന്നത്
നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ശ്രീ കെ കെ ശങ്കരൻ, എല്ലാ ജയിൽ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവിടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയും ടെലിഫോൺ ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ ഈ ഇടപെടൽ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. അത് പരിശോധിക്കേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് എന്തുകൊണ്ട് അത്തരം അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇത് തീർത്തും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടന്നിട്ടുള്ളത്. നമുക്ക് ഒരു കേസിൽ പ്രതിയെ വിചാരണ അല്ലെങ്കിൽ പ്രതിയെ ചോദ്യം ചെയ്യാൻ ലോക്കപ്പിൽ മർദ്ദിക്കും. ലോക്കപ്പുകളിൽ നമ്മൾ മർദ്ദനം ചിലപ്പോൾ നടന്നിരിക്കാം. അതല്ല ഇവിടെ നടന്നത്. ഇത് നാളെ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ശ്രീ കെ കെ ശങ്കരൻ, CPM നേതാക്കളെ അല്ലാതെ CPM-വുമായി ബന്ധപ്പെട്ട ആളുകളെ അല്ലാതെ മറ്റേത് ശ്രീ ശങ്കരൻ, മറ്റേത് സന്ദർഭത്തിലാണ് ശിക്ഷ അനുഭവിക്കുന്നവരെ, തടവറയിൽ കഴിയുന്നവരെ, അവരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ CPM ഇടപെട്ടിട്ടുള്ളത്? താങ്കൾക്ക് കണക്കുകൾ? കോടിയേരി ബാലകൃഷ്ണന്റെ ഭരണകാലത്താണ് ജയിൽ പരിഷ്കരണം അടക്കം ഇവിടെ നടത്തിയിട്ടുള്ളത്. അത്തരം ഒരു പരിഷ്കരണ കമ്മിറ്റി ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അടക്കം ഉണ്ടായിരുന്നു. ജയിലിലെത്തുന്ന തടവുകാർക്ക് അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള മനുഷ്യാവകാശം സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. യെസ്, ശ്രീ കെ കെ ശങ്കരൻ തിരിച്ചെത്താം. സുരേഷ് നാദാപുരത്ത് നിന്നും ചേരുന്നു. ശ്രീ സുരേഷ് പറയാം. ഹലോ, ശ്രീ സുരേഷ് പറയാം. ഹലോ, ഈ TP ചന്ദ്രശേഖരന് മനുഷ്യാവകാശം ഉണ്ടായിരുന്നില്ലേ ജീവിക്കാനായിട്ടുള്ള? യെസ്. പിന്നെ ഈ ഞാൻ പഴയൊരു CPM അനുഭാവിയായിരുന്നു. പക്ഷെ അനുഭാവി എന്ന് പറയാനുള്ള വളരെ നാണമുണ്ട് ഇപ്പൊ അങ്ങനെ പറയാൻ. കാരണം വെച്ചാൽ ഒരു കൊലയാളികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കോടിക്കണക്കിന് റുപ്യ ചെലവഴിച്ച് കേസ് നടത്തുകയും അവർക്കൊരടി കിട്ടുമ്പോൾ ജയിലിൽ ഓടിച്ചെല്ലുന്ന ഈ നേതാക്കൾക്കാണുമ്പോൾ നാണം തോന്നുന്നു. യെസ്, വളരെ നന്ദി ശ്രീ സുരേഷ് പ്രതികരിച്ചതിന്. ശ്രീ കെ കെ ശങ്കരൻ, ഒരു പ്രേക്ഷകന്റെ വികാരമാണ് കേട്ടത്. TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ, ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ വികാരം കണ്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ ജയിൽ സന്ദർശിച്ചത് ഏത് അർത്ഥത്തിലാണ് ന്യായീകരിക്കപ്പെടുക? തീർച്ചയായും കള്ളസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് CPM-ന്റെ ആളുകളെ, ഇപ്പം അതിനകത്തൊരു പാർട്ടി അംഗം ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കള്ളസാക്ഷികളെ പറഞ്ഞുകൊണ്ട് ഒരു കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും പാർട്ടിക്കുണ്ട്. ഇത് കൊലയാളികളാണെന്ന് അത്തരം ആളുകൾ, പാർട്ടിയുടെ ആളുകൾ കൊലയാളികളാണെന്ന് ഇവിടുത്തെ പലരും പ്രചരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വിയ്യൂർ ജയിലിൽ കിടക്കുന്നത് CPM-വുമായി ബന്ധപ്പെട്ട ആളുകളാണോ ശ്രീ ശങ്കരൻ? അതിലൊരു പാർട്ടി അംഗം ഉണ്ട്, ഒരാൾ. അതോടൊപ്പം തന്നെ ഇതൊരു മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. പാർട്ടി അംഗം അല്ലെങ്കിൽ പോലും ജയിലിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളെ, തടവിൽ കഴിയുന്നവരെ വർദ്ധിക്കുക എന്നുള്ളത് ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ. ശരി, ശ്രീ കെ കെ ശങ്കരൻ തിരിച്ചെത്താൻ. യാസീൻ ദുബായിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ യാസീൻ പറയാം. ഹലോ, പറയാം, കേൾക്കാം, പറയൂ. പറയട്ടെ. ഹലോ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാർട്ടിക്കാരാണ് ഇത് എല്ലാം. ഇപ്പം മലപ്പുറത്ത് 4-5 ആളെ വെട്ടിയല്ലോ CPM-മാരാ. അത് ലീഗുകാർ പറഞ്ഞ ലീഗുകാരല്ല, ഇവര് പറഞ്ഞ ഇതെല്ലാം രാഷ്ട്രീയ കളിയാ. ഇത് നിങ്ങൾ ഇത്ര വിഷയാക്കിട്ടെടുക്കാനൊന്നുമില്ല. ഇത് പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാ. പാർട്ടി എന്നും ചെയ്യും, പാർട്ടിന്റെ നേതാക്കളും കാണും. ഞാനാരുണ്ടെങ്കിൽ ഞാനാരെയും കൊണ്ടുപോകും നമ്മള്. അപ്പൊ അതിന് ഇത്ര വിഷയാക്കിട്ട് CPM-ന്റെ പിന്നാലെ എല്ലാവരും ഇങ്ങനെ നടക്കണ്ട. യെസ്, ശ്രീ യാസീൻ തിരിച്ചെത്താം. ശ്രീ മൻസൂർ പള്ളൂർ, ഇത് CPM-ന്റെ പിറകെ മാധ്യമങ്ങൾ കൂടുന്ന ഒരു പണിയാണ് എന്നാണ് പറയുന്നത്. തികഞ്ഞ രാഷ്ട്രീയ അരാജകത്വത്തിലേക്ക് കേരളം നീങ്ങുമ്പോൾ അതിനെ തടയിടേണ്ടത് മാധ്യമങ്ങളുടെ കടമയല്ലേ? തീർച്ചയായും എന്റെ സുഹൃത്ത് ശങ്കരൻ വളരെ വളരെ വികാരാധീനായി, പക്ഷെ അദ്ദേഹം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തെ പോലുള്ള പ്രവാസ കേരളത്തിലെ മാർക്സിയൻ ചിന്താഗതിയുമായി, ഇടതുപക്ഷ ചിന്താഗതിയുമായി യോജിച്ചു പോകുന്ന നേതാക്കന്മാർ ഇതുപോലെ പ്രയാസപ്പെടുമ്പോൾ സാധാരണക്കാരനായ പഴയ മാർക്സിസ്റ്റ് പ്രവർത്തകരുടെ വികാരവും നമ്മൾ ഇപ്പോൾ ഇവിടെ ഉയർന്നു കേട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്
മാർക്സിസ്റ്റുകാരുടെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ചെറിയ ഒരു സംശയം പോലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ആ സംശയം പോലും നീങ്ങുന്ന രീതിയിലാണ് മാർക്സിസ്റ്റ് നേതൃത്വത്തിന് പൂർണ്ണമായ അറിവോടും അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് ഈ കൊലപാതകം എന്ന് വ്യക്തമാക്കുന്നതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്നത്തെ ജയിൽ സന്ദർശനം. തീർച്ചയായും പ്രവാസ ലോകത്തുള്ള ഞങ്ങൾ കേരളത്തിലെ ഈ സ്ഥിതിവിശേഷത്തെ കാണുമ്പോൾ വളരെ ഭയാനകമായ ഒരു മാനസികാവസ്ഥയോടുകൂടിയാണ് കാണുന്നത്. തീർച്ചയായും മാർക്സിസ്റ്റ് നേതൃത്വം ഇനിയെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്നിട്ട് നിൽക്കണമെന്നും അവരതിന് തയ്യാറായില്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ജനകീയ കോടതി അവർക്ക് തക്കതായ മറുപടി നൽകുമെന്നുള്ള കാര്യം മറക്കരുത്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന കാര്യം തീർച്ചയായും മനസ്സിലാക്കണം. അതിന് മറയിടാനായി മാധ്യമങ്ങളെ വിമർശിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ശ്രീ മൻസൂർ തിരിച്ചെത്താം. സനൽ വയനാട് നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ സനൽ പറയൂ. ഹലോ, കേൾക്കാം, പറയൂ. ഈ CPM എന്ന് പറയുന്നത് അഹങ്കാരികളുടെയും അധികാരികളുടെയും ഗുണ്ടകളുടെയും പാർട്ടിയായി മാറിയിരിക്കുന്നു. ഇന്ന് കോടിയേരി കേരളത്തിലെ ജനങ്ങളുടെ മുഖത്താണ് 51 വെട്ടുവെട്ടിയിരിക്കുന്നത്. CPM-ഉം കോൺഗ്രസും ഒത്തുകളിക്കുകയാണ്. ഒരു മാറ്റം ആവശ്യമായി വന്നിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും വിശ്വസിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നതാണ്. ഇത്രയും നാണം കെട്ട ഒരു പാർട്ടിയെ എങ്ങനെയാണ് നമ്മൾ പറയാ? കേൾക്കുന്ന നമ്മൾക്ക് പോലും നാണക്കേട് തോന്നുന്നു. എന്തൊരവസ്ഥയാണ് ഇത്? കേരളമാണോ? ദൈവത്തിന്റെ നാടാണോ? ഇത് ചെകുത്താന്റെ നാടാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി മാറ്റേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരനായിരുന്നു. എന്നാൽ എനിക്കിന്ന് തോന്നുന്നത് വളരെ നാണക്കേട് തോന്നിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് തോന്നുന്നത്. യെസ്, ശ്രീ സനൽ. ശ്രീ കെ ശങ്കരൻ, ഇവിടെ പ്രതികളെ ജയിലിൽ സന്ദർശിക്കുന്നു, അതോടൊപ്പം പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുന്നു, പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തുന്നു, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു, ഇതിന് വേണ്ടി നിരന്തരമായ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നു. ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും കള്ളസാക്ഷിയുടെ പറഞ്ഞ് കെട്ടിച്ചമച്ചതാണെന്നും വാദിക്കുന്നു. ഈ വാദങ്ങൾ കൊണ്ടൊക്കെ എത്രമാത്രം നിലനിൽക്കാൻ കഴിയും? 72ഓളം പാർട്ടിയായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളെയും അനുഭാവികളെയും ഒക്കെ തന്നെ കേസിൽപ്പെടുത്തി ഈ നിലയിൽ 13 ആളുകളുടെ നിലയിലേക്ക് അവസാനം അത് എത്തിമാറുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ നേരത്തെ തന്നെ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് കഴിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം പാർട്ടിയുടെ കണ്ണൂരിലെയും കോഴിക്കോടെയും നേതാക്കളെ ആകെ തന്നെ ഈ കേസിനകത്ത് പ്രതി ചേർത്തു. അവരൊക്കെ ഒഴിവാക്കപ്പെട്ടു. ഇതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM-നെ തകർക്കാൻ വേണ്ടി ഒരു അജണ്ട വെച്ചുകൊണ്ട് ഈ കേസിന്റെ തുടക്കം മുതൽ കേസ് ഇങ്ങനെയാണോ അന്വേഷിക്കേണ്ടത്? ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറിനകം പറയുക ഇത് CPM ആണ് ചെയ്തതെന്ന്. അപ്പം കുറ്റവാളികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ കുറ്റവാളികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്. ശ്രീ ശങ്കരൻ തിരിച്ചെത്താം. മാസ്കരിൽ നിന്ന് മമ്മൂട്ടി എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ മമ്മൂട്ടി പറയൂ. ഹലോ, ഇത് മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ നടത്തിയ ഒരു കൊലപാതകമാണ്. അതിലാർക്കും സംശയമില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഡയറക്റ്റായിട്ട് നടത്തിയ കൊലപാതകം ആർക്കും സംശയമില്ല. ഇത് ചർച്ചന്റെ തന്നെ ആവശ്യമില്ലാന്ന് ഞാൻ പറയും. ഇത് ഇന്നിപ്പോൾ ജയിൽ സന്ദർശനത്തിന്റെ വാർത്ത കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച. പോലീസ് സ്റ്റേഷനിൽ അവരെ പ്രതികൾ അവരെ പാർട്ടിക്കാർ അവർ ചെയ്യുന്നത് നോക്കട്ടെ മാർക്സിസ്റ്റുകാർ. വളരെ നന്ദി ശ്രീ മമ്മൂട്ടി. ശ്രീ ശങ്കരൻ, ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നത്. ആളുകൾക്ക് സംശയമില്ല എന്നാണ് പ്രേക്ഷകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും പറയുന്നത്. നിയമത്തിന് മുമ്പിലും അധികം സംശയമുണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ. പ്രത്യേകിച്ച് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളാകെ തന്നെ CPM-നെതിരായി ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ നിലയിൽ ഈ കൊലപാതകം CPM ആണ് നടത്തിയതെന്ന് എന്തൊക്കെ കഥകളാണ് ഇവിടുത്തെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ കൊലപാതകം നടന്നത് മുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പഴയ മനോരമ പത്രങ്ങൾ ആ ദിവസം മുതൽ മെയ് 4-ാം തീയതി മുതലുള്ള പത്രങ്ങളിൽ വന്ന കഥകൾ, ഓരോ കഥകളെടുത്ത് ഇതിന്റെ ഗൂഢാലോചനകൾ ഇന്ന സ്ഥലത്താണ്, വളയത്ത് നടന്നു. CPM നേതാക്കളും പല കഥകൾ പറഞ്ഞു. ശ്രീ ശങ്കരൻ, ഈ കഥകളൊക്കെ ജനങ്ങളെ അതൊന്ന് തിരുത്താൻ വേണ്ടി മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. ശ്രീ ശങ്കരൻ, ഈ കേസ് വിധി വന്ന മാധ്യമങ്ങൾ അതിനും തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ശ്രീ ശങ്കരൻ, CPM നേതാക്കളും പല കഥകൾ പറഞ്ഞിരുന്നു. ഇവിടെ അന്വേഷണ കമ്മീഷനുമായി കോഴിക്കോട്
KPCC പ്രസിഡന്റായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് കേസിന്റെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയത്. അന്ന് അത് വിവാദമായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ മാറ്റി അങ്ങനെ ഈ കേസിൽ വ്യക്തമായ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ശ്രീ ശങ്കരൻ. വാഷിദ് തളിപ്പറമ്പിൽ നിന്ന് നമ്മളൊപ്പം പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ വാഷിദ് പറയൂ. അതെ, ഇന്നലെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ CPM നേതാക്കളെ സന്ദർശിച്ചതോടുകൂടി പൊതുസമൂഹത്തെ വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവര് വേറൊരു പ്രസ്താവന ഇറക്കുകയും നമുക്ക് ബന്ധമില്ല എന്ന് പറയുകയും ജയിലിൽ പോയി അവർക്ക് വേണ്ടി എല്ലാവിധ ഒത്താശകളും നടത്തുന്നത് വഴി ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കിയാണ്. മാത്രമല്ല, ഈ കേസിൽ കോൺഗ്രസുകാരും CPMകാരും ഒത്തുകളിക്കാണ്. സോളാർ കേസിന്റെ വിഷയത്തിൽ അവർ രണ്ടുപേരും ഒത്തുകളിക്കാണ്. അതിനെപ്പറ്റിയും പറയുന്നില്ല. ഇവരാണെങ്കിൽ സോളാർ കേസിനെ പറ്റിയും പറയുന്നില്ല. ഇന്നലെ നിങ്ങൾ കണ്ടില്ല മലപ്പുറത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തപ്പോ ഇത്ര അബ്ദുള്ളക്കുട്ടി പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ഒരു ചാനൽ പോലും ചർച്ച ചെയ്തില്ലല്ലോ. ഇതിന്റെ പിന്നിലൊക്കെ വളരെ രാഷ്ട്രീയപരമായ കളിയാണ്. സ്വാധീനമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ പലരും കുറ്റപ്പെടുത്തുകയും ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ വമ്പൻ സ്രാവുകൾക്ക് വേണ്ടി ഇവർ ഒത്തുകളിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ വാഷിദ്, വളരെ നന്ദി നമ്മളോട് പ്രതികരിച്ചതിന്. അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണത്തെ കുറിച്ച് വാർത്തകൾ വേറെയും വന്നു, അത് മറ്റൊരു വിഷയം. ശ്രീ മൻസൂർ പള്ളൂർ, ഈ രീതിയിൽ ജയിലിൽ ഒരു മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് എങ്കിൽ ഇത് പാർട്ടിക്കാരാണെങ്കിലും അല്ലെങ്കിലും ഇനി ഈ കേസ് കള്ളസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് എന്ന വാദം വെച്ചുകൊണ്ട് ഏത് വാദത്തിന്റെ അടിസ്ഥാനത്തിലായാലും ജയിലിൽ നേതാക്കൾ സന്ദർശിച്ചത് അത്രമാത്രം തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മറുഭാഗത്ത് നിന്ന്. എനിക്ക് തോന്നുന്നത് ഈ കാര്യം കേൾക്കുമ്പോൾ കേരളത്തിലെ ജനതയെ ഒന്നടങ്കം വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള സമീപനം ഈ വിഷയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കരുതെന്നാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ജയിലിൽ കഴിയുന്ന കൊടും കുറ്റവാളികളുടെ മനുഷ്യാവകാശ പ്രശ്നം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് തോന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ. കാരണം ആ പ്രതികളെ തന്നെ ഇന്ന് ആശുപത്രി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വളരെ വ്യക്തമായ കാര്യമാണ് ആ രീതിയിലുള്ള ഒരു പീഡനത്തിനും അവർ വിധേയമായിട്ടില്ല എന്ന്. എന്നാൽ മറിച്ച് അവർ ജയിൽ പുള്ളികൾ ജയിൽ അധികൃതരുമായി ഒരു കസർച്ച നടക്കുകയും അവരുമായി വിക്കിട്ട് കയറുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ജയിലധികൃത ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായത്. എങ്ങനെയായാലും ആ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ, ആരും നടക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ വിഷയം അതല്ല. കൊടും കുറ്റവാളികൾക്ക് വേണ്ടി മാർക്സിസ്റ്റ് നേതൃത്വം നിലനിൽക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ ജനത മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ചു വരുന്ന സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് വളരെയധികം ഭീതിയിലാണ്. ഈ രീതിയിലാണ് കേരള രാഷ്ട്രീയം പോകുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനത ഒന്നടങ്കം ഇതിനെതിരെ പ്രതിരോധ നിര കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയത്തിന്റെ സമീപനങ്ങളില്ല. രാഷ്ട്രീയത്തിനും അപ്പുറമായിട്ട് വേണം ഈ മനുഷ്യാവകാശ പ്രശ്നത്തെ കാണാൻ. അതായത് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ടിപിക്ക് നിലനിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജനങ്ങളോട് പറയാനുള്ള മനുഷ്യാവകാശത്തെയാണ് ഇല്ലാതാക്കിയത്. ആ മനുഷ്യാവകാശമാണ് ഇവിടെ ഉയർന്നു വരേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് വിശ്വസിക്കുന്നത് പ്രത്യയശാസ്ത്രങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും അത് പറയാനുമുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നത് തികഞ്ഞ ഫാസിസത്തിലേക്കുള്ള വഴിയാണ്. തികഞ്ഞ ഫാസിസത്തിലേക്ക് പോകുന്ന ഈ നിലപാടിനെ ജനങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ കെ ശങ്കരൻ, ഇവിടെ തെറ്റായ രീതിയിലാണ് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് SRP ഉൾപ്പെടെയുള്ള നേതാക്കൾ CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടത്തി CBI അന്വേഷണമോ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർ വെളിയിലാണ് എന്ന താങ്കളുടെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിന് എന്തുകൊണ്ട് CPM നേതൃത്വം പിന്തുണ പറയുന്നില്ല? തങ്ങൾ ഉദ്ദേശിച്ച നിലയിൽ ഈ കേസ് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു കേസ് ഒരു അജണ്ട വെച്ച് തീരുമാനിച്ച് അത് പാർട്ടി നേതാക്കൾ കേസിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ കേസിൽ ശിക്ഷിക്കപ്പെടാതെ പോയതിന്റെ ഫലമായി വീണ്ടും അതിനു വേണ്ടി ഇത്തരം ആളുകളെ പെടുത്താനുള്ള വഴി അന്വേഷിക്കുകയാണ് CBI അന്വേഷണത്തിലൂടെ. ഈ കേസ് അവസാനിച്ചിട്ടില്ല. ഈ നേരത്തെ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ CBI അന്വേഷണം വെച്ചുകൂടായിരുന്നു? ഈ CBI അന്വേഷണം ഉദ്ദേശിക്കുന്നത് മോഹൻ വർഷം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്ന് തെളിയിക്കപ്പെട്ടപ്പോ ഇനിയും അത്തരം ആളുകളെ പാർട്ടിയെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ
സമയത്ത് പാർട്ടിയെ ജനങ്ങളുടെ മുമ്പിൽ നിർത്താൻ വേണ്ടി അതിനാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നാണ് താങ്കളുടെ വാദം. യെസ്, നൌഷാദ് പറമ്പിൽ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീ നൌഷാദ് പറയൂ പെട്ടെന്ന്. അതെ, യഥാർത്ഥത്തിൽ മറ്റേ കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ശ്രീ TP ചന്ദ്രശേഖരൻ വധക്കേസ്. അതുമായി ബന്ധപ്പെട്ട് കോടതി എടുത്ത തീരുമാനത്തിനെതിരെയാണ് ഒരുപക്ഷെ പാർട്ടിക്കാർ നീങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവര് പറയുന്നത് മറ്റേ കോടതി എടുത്ത തീരുമാനം തെറ്റാണെന്നാണോ? കോടതി പ്രതികളെന്ന് ശിക്ഷിച്ച വ്യക്തികളെ കാണാൻ വേണ്ടി കേരള സമൂഹത്തിൽ വളരെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ എന്തുകൊണ്ട് ആ പ്രതികളെ മർദ്ദിച്ചു എന്നത് കേൾക്കുമ്പോൾ തന്നെ അവിടെ എത്തുന്നു എങ്കിൽ ആ പ്രതികൾ എന്തെങ്കിലും സത്യം ഉരുവിട്ടാൽ അതൊരു പക്ഷേ പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിലെ ഉന്നത നേതാക്കന്മാർ അവരെ കാണുവാൻ വേണ്ടി ജയിൽ സന്ദർശനം നടത്തി എന്നത് കേരള സമൂഹം ഒരു പക്ഷേ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നൌഷാദ് പറമ്പിൽ പാലക്കാട് നിന്ന് വളരെയധികം നന്ദി ശ്രീ നൌഷാദ്. ഒപ്പം ശ്രീ മൻസൂർ പള്ളൂർ, ശ്രീ KK ശങ്കരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ഇനി വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൊഴിൽ നിയമലംഘനം തടയാൻ സൌദിയിൽ സമഗ്ര പദ്ധതി. നിയമലംഘനം കണ്ടെത്തിയാൽ 30,000 റിയാൽ വരെ പിഴ. കുവൈത്തിൽ സംയുക്ത സുരക്ഷാ സേന നടത്തിയ റെയ്ഡിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേർ പിടിയിൽ. സൌദിയിൽ വാഹനാപകടത്തിൽ 2 കോഴിക്കോട് സ്വദേശികൾ മരിച്ചു, ഒരാൾക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മദീന സന്ദർശനം നടത്തി മടങ്ങിയവർ. ഷാർജയിലെ വ്യവസായ മേഖലയിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവർ ബംഗ്ലാദേശ് സ്വദേശികൾ. സംഝോത എക്സ്പ്രസ് സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ നടത്തിയത് RSS മേധാവി മോഹൻ ഭഗവതിന്റെ അറിവോടെയെന്ന് കേസിലെ പ്രതി അസിമാനന്ദ. ഗുജറാത്ത് വംശഹത്യയിലും തനിക്ക് പങ്കുണ്ടെന്ന് കാരവൻ മാസികയുമായുള്ള അഭിമുഖത്തിൽ അസിമാനന്ദയുടെ വെളിപ്പെടുത്തൽ. TP വധക്കേസ് പ്രതികളെ പ്രതിപക്ഷോപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വിയൂർ ജയിലിൽ സന്ദർശിച്ചു. ജയിൽ ജീവനക്കാരോട് P. ജയരാജന്റെ രോഷപ്രകടനം. കൊലയാളികളുമായുള്ള CPM നേതാക്കളുടെ ബന്ധത്തിന്റെ തെളിവെന്ന് രമേശ് ചെന്നിത്തല. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിയുടെ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.